നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓപ്ഷൻസ് ട്രേഡിംഗ് റിസ്ക് ആണ്, എളുപ്പമല്ല, പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ചില ആളുകൾ നമ്മളെ പേഴ്സണൽ മെസ്സേജ് പറഞ്ഞു അങ്ങനെ പറയരുത്, അത് ഞങ്ങളെപ്പോലെ അത് പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു നെഗറ്റീവ് എനർജി അല്ലേ നിങ്ങൾ തരുന്നത്. അപ്പോൾ നമ്മൾ ആ സാധനം പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്, അപ്പോൾ അത് മോശമാണ്, അങ്ങനെ പറയരുത്, അത് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന മാതിരിയാണ്. ഞാനിവിടെ ഇതാരും നിരുത്സാഹപ്പെടുത്തിയല്ല, ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. പിന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് സെറ്റാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് അത് സെറ്റാവാതിരിക്കൊന്നുമില്ല. എനിക്ക് പഠിക്കാം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? നിങ്ങൾക്ക് പറ്റും. പിന്നെ വളരെ എളുപ്പമാണെന്നുള്ള രൂപത്തിലൊക്കെ പറയുമ്പോൾ അതെനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെ എനിക്ക് പറയായിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ പറയായിരുന്നു. എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാവും. ഞാൻ അന്നും പറഞ്ഞിട്ടില്ല ഇത് ഈസിയാണെന്ന്. ഇറ്റ്സ് വെരി ടഫ് ബിസിനസ് പറഞ്ഞിട്ടില്ല. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷാരിക്ക് ഞാൻ പണ്ട് ഒരുപാട് വിമർശിച്ച് വീഡിയോ ചെയ്തിരുന്നു. പിന്നെ അതൊക്കെ റിമൂവ് ചെയ്തു. കാരണം അത് വേണ്ടാന്ന് വെച്ചിട്ടാണത്, അങ്ങനെ വേണ്ട വീഡിയോ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് കേട്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാവും. ഞാൻ അന്നേ പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ നിങ്ങളെയൊക്കെ പഠിച്ചുകൊണ്ട് പോകാനാണ് ഈ പരിപാടി മുഴുവൻ നടത്തുന്നതെന്നുള്ളത്. അപ്പം എന്നെ വിമർശിച്ചുകൊണ്ടും എന്നെ തെറി വിളിച്ചും ചീത്ത വിളിച്ചും ഒത്തിരി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വാ ഇന്ന് വാ, പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളി പേഴ്സണലായിട്ട് എന്തോ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങോ എന്തൊക്കെയോ ആൽഗോ ട്രേഡിങ് എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്. കോർ ബിസിനസ് അതിൽ നിന്നൊക്കെ മാറി പുള്ളി. ഇപ്പൊ ഏതോ കുറെ ബിസിനസ്സുകാരുടെ പിന്നാലെ വീഡിയോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുക. അതൊരു നോർത്ത് ഇന്ത്യൻ ലൈനിൽ കുറെ ആളുകളുണ്ട്, അവരെ ആ ലൈനപ്പിലേക്കാ പോകണം. അപ്പോൾ ട്രേഡ് ചെയ്യാനും ട്രേഡിങ് പഠിപ്പിക്കാനും ആശാനും ശിഷ്യന്മാരൊക്കെ ഇപ്പം എന്തായി? എത്ര പേരെ കാശ് പോയി? എത്ര റിട്ടയർ ആയിട്ടുള്ള ആളുകൾ ആ ബ്രേക്ക് ഔട്ടിന്റെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് എത്ര ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞു? എത്ര പഠിക്കുന്ന പിള്ളേര് അവരുടെ കോഴ്സ് വരെ ഡ്രോപ്പ് ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് ചാടിക്കറി? എത്ര ആളുകള് ഭയങ്കര അംബീഷ്യസ് ആയിട്ട് ലോണും അതും ഇതും ഒക്കെ എടുത്ത് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്ത് ആകെ ഫണ്ട് വലിച്ച് ചെയ്തിട്ട് ആകെ ബുദ്ധിമുട്ടായി പോയി. എത്ര പേര് പോയി? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്വപ്നം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അധികം എന്താ പറയാ ജനങ്ങൾ ഇഷ്ടപ്പെടും. ഐ നോ ഇറ്റ്. എനിക്കറിയാഞ്ഞിട്ടുള്ളത്, ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിനെ എതിർത്താരെങ്കിലും പറഞ്ഞിട്ട് അതിന് സത്യം വിളിച്ചു പറഞ്ഞാൽ അവർക്ക് വലിയ സുഖം തോന്നൂല. അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്കത് അറിയാഞ്ഞിട്ടല്ല, അത് പറയാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. കാരണം സത്യം അതല്ലേ. നമ്മൾ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാധനം ബുദ്ധിമുട്ടാന്നാ പറയുന്നത്, അല്ലാതെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം വളരെ ഈസിയാന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിക്കാനല്ല ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞത് കറക്റ്റാ. പിന്നെ ഇത് പഠിക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എഫോർട്ട് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഓട്ടോമാറ്റിക്കലി അതിന് റിസൾട്ട് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് ഇല്ലാണ്ടാവുമൊന്നുമില്ല. അപ്പൊ അത് ചിന്തിക്കണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം അത് ഭയങ്കര കോമഡിയാ. ഒരു പാർട്ടി വിളിച്ചിട്ട് നമ്മളെ അടുത്ത് ജോയിൻ ചെയ്യണം, അതിന്റെ കണ്ടീഷൻസ് ഓക്കെ, ടിപ്സ് ഉണ്ട്, 25,000 rupees എൻറോൾമെന്റ് ആണ്, 5,000 മന്ത്ലി വരുമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഭയങ്കര കൂടുതലാണ്. ശരി, നിങ്ങളെ അക്കൗണ്ട് ഹാൻഡിലേക്ക് ജോയിൻ ചെയ്തോ, ഒരു പൈസയും വേണ്ട, 5,000 രൂപ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ട്രേഡ് ഞാൻ ചെയ്തോളാം, നിങ്ങൾ നിങ്ങളെ വഴിക്ക് വെക്കോ. എന്തായാലും ഓൺലൈനിൽ വേണം, ഇൻ കേസ്
എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടായാൽ മതി. നോ ഇഷ്യൂസ്. വിളിക്കില്ല 99.99%. ഒരാവശ്യം വരില്ല. എന്തെങ്കിലും വന്നാൽ പറയാൻ പറ്റില്ലല്ലോ, മെഷീനല്ലേ. അപ്പോൾ ആൾക്ക് 5,000 കൂടുതലാണ്. ഓ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി കാട്ട്. അത് ഗുഡ് പ്ലാൻ ആണെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അല്ലോട് ഞാൻ എന്താ പറയുക. അപ്പോൾ ആള് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ശരി, ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കും. നിങ്ങൾ പ്ലാനൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ വിളിക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആളൊരു മണിക്കൂർ കഴിഞ്ഞ് വിളിച്ച്. പ്ലാൻ ഭയങ്കര കോമഡി. ആൾക്ക് അപ്പ് ഫ്രണ്ട് പേയ്മെന്റ് ഒന്നും തരാൻ പറ്റില്ല. ശരി, 1.5 ലക്ഷം രൂപ അക്കൗണ്ട് തരാം. ഓക്കെ ഫൈൻ. 1.5 ലക്ഷം രൂപയാണ്. ഞാൻ 1 ലക്ഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. 1.5 ലക്ഷം രൂപയുടെ അക്കൗണ്ട് തരാം. ഓക്കെ. പിന്നെ ലാഭം 50-50 പ്രോഫിറ്റ് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു, പൊന്നു ചങ്ങാതി, 50-50 എന്ന് പറയുമ്പോൾ നിങ്ങൾ ടാക്സ് പെയർ ബ്രാക്കറ്റിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും, ലോസാവും നിങ്ങൾക്ക്. ഞാൻ 50 കൊണ്ടുപോകും, നിങ്ങൾ 100% ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങളെ പ്രോഫിറ്റ് ഷെയറിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ആളല്ല. ഓക്കെ ഫൈൻ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ആളത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 1,000 rupees പെർ മന്ത് ഫിക്സഡ് ചാർജ് അടക്കി, പിന്നെ അക്കൗണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യും. 3 ലോട്ട് വെച്ച് ഞാൻ ചെയ്യാം. സ്റ്റാർട്ടിങ് 50-50 പ്രോഫിറ്റ് ഷെയർ അഗ്രി. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രിഡ്ജിന് ഒരു 5,000 വരും. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ, നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് ആണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 1,000 ഞാൻ തരുന്നുണ്ട്, 4,000 കൂടിയല്ലേ, അത് നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ്സ് എടുത്ത് ചെയ്തുകൂടെ? 50% പ്രോഫിറ്റ്സ് ഞാൻ തരുന്നില്ലേ? ഓ ശരി. അപ്പം ഞാൻ പറഞ്ഞു ശരി, അഗ്രി. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പ്ലാൻ നാട്ടുകാർക്ക് മൊത്തം കൊടുത്തൂടെ? അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഈ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് അറിയാമെന്ന് ചോദിച്ചു. 6.5 to 7.5% ആനുവലി കിട്ടും. അപ്പം ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് എത്ര കിട്ടും? സംവാട്ട് 800-900 രൂപയോളം കിട്ടും. ആള് പറഞ്ഞ് കണക്കാട്ടെ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. സംവാട്ട് 850-900 രൂപ ആ റേഞ്ചാണ് പറഞ്ഞത്. 800-850 ആ റേഞ്ച് പറഞ്ഞു. ശരി. അപ്പം ഞാൻ ലാസ്റ്റ് ചോദിച്ചു, അപ്പം 1000 രൂപ ലാഭമല്ലേ? ഏത് എൻ്റെ പൈസയും കഴിച്ചിട്ട് നിങ്ങൾക്കൊരു 1000 രൂപ മാസം കിട്ടിയാലും ബാങ്ക് റേറ്റ് ബീറ്റ് ചെയ്തില്ലേ? ഓ, അപ്പോൾ ഒരു 10,000 രൂപ കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പിയാണോ? അതെ. 5,000 കിട്ടിയാലോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപ മാസം കിട്ടിയ ആൾ ഹാപ്പിയാണ്. ശരി, അഗ്രി. അപ്പോൾ ആൾ ചോദിച്ചു ഡൗൺ സൈഡ്. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. 99% ഡൗൺ സൈഡ് ഓക്കെയാണ്. മാർക്കറ്റ് ക്യാപിറ്റൽ വാഷ് ഔട്ട് പ്രശ്നമൊന്നും വരില്ല. ഞങ്ങൾ ഈ വലിയ പ്രശ്നത്തിൽപ്പെട്ട സമയത്ത് വരെ ഓൾമോസ്റ്റ് ഒരു 40-45% സംതിങ് ആണ് ഡൗൺ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂസേ ഇല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഡൗൺ സംഭവിക്കുകയില്ല. ക്യാപിറ്റലിന് യാതൊന്നും സംഭവിക്കില്ല. 100% അത് പ്രോഫിറ്റിൽ തന്നെ പോകും. ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ച നമ്മളിപ്പോൾ വീഡിയോ അനൗൺസ് ചെയ്തതിനു ശേഷം 3 ആഴ്ചയും പ്രോഫിറ്റ്സിൽ തന്നെയാണ് എൻ്റെ ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് വളരെ മോശമാണ്. നിഫ്റ്റി യാതൊരു ഇഷ്യൂസ് ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് പോണത്. നല്ല ട്രേഡ്സ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്യുള്ളൂ. ടൈം ഫ്രെയിം പെർഫെക്റ്റ് ആണ്. എല്ലാം കൊണ്ട് ഓക്കെയാണ്. നത്തിങ് ടു വറി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു എന്നാൽ ശരി, ആ പ്ലാൻ എല്ലാവർക്കും കൂടി ഫ്രണ്ടിലോട്ട് വയ്ക്കാം. പ്രോബ്ലം ഇല്ലല്ലോ. 1.5 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ 1.5 ലക്ഷം രൂപ കയ്യിലുള്ള ആർക്കും ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1,000 rupees മന്ത്ലി കമ്മിറ്റ്മെൻറ്റ് വരുന്നത്. പ്രോഫിറ്റ് ഷെയർ 50-50. ടാക്സ് ബ്രാക്കറ്റിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ വൈഫിൻ്റെ പേരിലോ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ ഫാമിലി പാരൻസിൻ്റെ പേരിലോ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ രീതിക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ സാലറിയും ബാക്കിയും ക്ലബ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ബ്രാക്കറ്റ് മാറും. ഇതാവുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. ആ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുക
3 ലോട്ടാണ്. 1,50,000 രൂപയാണ് ക്യാപിറ്റൽ. 3 ലോട്ടാണ് ചെയ്യുക. എൻ്റെ പ്രോഫിറ്റ് ഷെയർ എല്ലാ മാസവും ഞാൻ എടുക്കും. നിങ്ങളുടെ പ്രോഫിറ്റ് ഷെയർ അവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, എടുക്കാതെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുന്നതനുസരിച്ച് ലോട്ട് സൈസ് കൂടും. അപ്പോൾ ഫസ്റ്റ് മന്ത് 10,000 കിട്ടിയിട്ടുണ്ടാവും. സെക്കൻഡ് മന്ത് ആകുമ്പോൾ ചിലപ്പോൾ ലോട്ട് സൈസ് കൂടുന്നതനുസരിച്ചിട്ട് അത് 20, 30, 40, 50, 100 പോകും. എന്നാൽ ഒരു വർഷത്തിൻ്റെ അകത്ത് മിനിമം ഒരു 40,000 റുപ്പീസ് എൻ്റെ ഷെയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രം കിട്ടാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരു എഫേർട്സ് ഇല്ല. അക്കൗണ്ട് നമ്മളാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടോ. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ ഒരാൾ പറഞ്ഞിരുന്നു കാശൊക്കെ പോയപ്പോൾ ആണ് വീഡിയോ ആയിട്ട് ഇറങ്ങിയത് ട്രേഡ് ചെയ്യാൻ. അപ്പം ഇനി അടുത്ത ആളുകളെ പിടിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജനത്തിൻ്റെ അക്കൗണ്ട് ട്രേഡ് ചെയ്യാം. പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ അതവിടെ തീർന്നു. 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഇട്ട് അതിനും കൂടുതൽ കാശ് കിട്ടും എന്നുള്ളപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓക്കെയായി, അവിടെ തീർന്നു. പിന്നെ ഇതെങ്ങനെയാ ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയർ മേടിക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫ്രം ദിസ് ഡേ ടു ദിസ് ഡേ ചെയ്യാണ്ട് ചെക്ക് ചെയ്യുക എത്രയാണോ വന്നിട്ടുള്ളത്. മന്ത്ലി ആണ്, ഡെയിലി അല്ല, വീക്കിലി അല്ല. മാസം കണക്ക് കൂട്ടുക, അതിങ്ങോട്ട് ചെയ്യാം. പ്രശ്നമില്ല. സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ ഈ പറഞ്ഞ ആളുകൾക്ക്, ഈ വെല്ലുവിളിക്കുന്ന ആളുകളും ബാക്കിയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്, യാതൊരു പ്രശ്നമില്ല. ഇനി ഇത് മാർക്കറ്റാണ്, ട്രേഡിംഗ് ആണ്, ഇതുവരെയുള്ള റെക്കോർഡ്സ് എല്ലാം ഒക്കെയാണ്. ഈ 1.5 ലക്ഷം പോയി കഴിഞ്ഞാൽ ഞാൻ വലിയ കുഴപ്പത്തിലേക്ക് പോകും എന്ന് പറയുന്ന ആളുകൾ ഇങ്ങോട്ട് വരണ്ട. ആ 1.5 പോയ പൊക്കോട്ടെ എന്ന് പറയുന്ന ആളുകൾ വന്നത് മനസ്സിലായില്ലേ. ഒരു 1.5 ലാക്സ് പോയാൽ എൻ്റെ ജീവിതം കുട്ടിച്ചോറാവും എന്ന് പറയുന്ന ഒരാളും കൂടി വരണ്ട. അതൊരു ചായക്കാശാണ്, അത് പോയാൽ പോട്ടെ എന്ന് പറയുന്ന ആളുകൾ കൊണ്ട് വന്നാൽ മനസ്സിലായില്ലേ. 99.99% ദൂരത്തിലേക്കും പോവില്ല. ബേസ് മിനിമം 10,000 രൂപ എന്തായാലും പ്രോഫിറ്റ്സ് കിട്ടും. ഏത് 10,000 റുപ്പീസ് മന്ത്ലി എല്ലാ ചെലവും കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാവും. അത് 99.99% അഷ്വർഡ് ആണ്. 3 ലോട്ടിൽ ചെയ്യുക. അതൊരു 6 മാസം മുന്നോട്ട് പോകുമ്പോൾ അറൗണ്ട് ഒരു 7 ലോട്ടിലേക്ക് എത്തും. നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ്സ് അവിടെ കോമ്പൗണ്ട് ചെയ്യാൻ വിടുകയാണെങ്കിൽ. മനസ്സിലായില്ലേ. ഇനി ഡയറക്റ്റ് പെർസെൻറ്റേജ് ഷെയറിംഗ് അല്ലാതെ നോർമലി 5,000-ന്റെ പ്ലാനിൽ അക്കൗണ്ട് ഹാൻഡിലേക്ക് കയറണമെങ്കിൽ എത്രയാണ് പൈസ എന്ന് ചോദിച്ചാൽ 50,000 എൻറോൾമെന്റ് ചാർജസ് വരും. മന്ത്ലി 5,000. ടിപ്സിന് ജസ്റ്റ് 25,000 ആൻഡ് 5,000. ഇതാണ് ഫീസ്. അപ്പൊ ഫീസ് ചോദിച്ച് വിളിക്കുന്ന ആളുകൾ, ഫീസ് ചോദിച്ച് വാട്സപ്പ് ചെയ്യുന്ന ആളുകൾ എന്തിനാ ഇത് മറച്ചു വെക്കണേ? ഇതാ എനിക്കാരും പറ്റിക്കാനില്ല, എനിക്കൊരു ആളെടുത്തും മറച്ചു വെക്കാനില്ല. ഹാൻഡ്ലിംഗ് ചാർജസ് 50,000 ഫസ്റ്റ് 1 ടൈം എൻറോൾമെന്റ് ചാർജസ് വരും. മന്ത്ലി 5,000 ബിൽ ചാർജസ് വരും. ടിപ്സിന് 25,000 റുപ്പീസ് വരും. എൻറോൾമെന്റ് ചാർജസ് മന്ത്ലി 5,000 വരും. പ്രോഫിറ്റ് ഷെയറിംഗ് ബേസ് ആണ് ഏറ്റവും നല്ലത്. സിമ്പിളാണ്. 1,000 രൂപ ചിലവുള്ളൂ. 1.5 ലക്ഷം അക്കൗണ്ട് ഇട്ടാൽ മതി. യാതൊരു ബുദ്ധിമുട്ടില്ല. എല്ലാം നമ്മളാ ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റിൽ അപ്ഡേറ്റും തരും. എടുത്ത ട്രേഡ് ഏതാണെന്നും എങ്ങനെയാ പോണേന്നും എന്താ ചെയ്യാൻ പോകണമെന്നും എവറിത്തിങ് അപ്ഡേറ്റ് ചെയ്യും അത്യാവശ്യം വേണ്ട രീതിയിൽ. അല്ലാതെ വെറുതെ അങ്ങോട്ട് കഴിച്ചു വിടുന്നില്ല. മനസ്സിലായില്ലേ. അനാവശ്യ ട്രേഡ്സൊക്കെ എടുക്കില്ല. പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ അജണ്ടയിലുള്ള സാധനമല്ല. ഇപ്പോൾ പ്രോഫിറ്റ് ഷെയർ ആണ്, അതുകൊണ്ട് എനിക്കിത് ചവിട്ടി പൊളിക്കണം. നോ 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 നോ. നോർമലി നമ്മുടെ ടീം എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മളെ ഇതിൽ വരുന്നൊരു കാര്യമല്ല. മനസ്സിലായില്ലേ. അക്കൗണ്ട് തല്ലിപ്പൊളിക്കാന്നുള്ള ഉദ്ദേശമില്ല. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള സാധനം ഉള്ളമാതിരി ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പണി അറിയോ എന്ന് ചോദിച്ച ആൾക്ക് മനസ്സിലായില്ലേ പണി അറിയുന്നത്. ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമല്ലോ.
എല്ലാ ദിവസവും ചെയ്യൂട്ടാ. മൺഡേ ടു ഫ്രൈഡേ ഇൻക്ലൂഡിങ് എക്സ്പയറി ഡേയ്സ്. മാർക്കറ്റ് സൈഡ് വേസ് ആണ്, പക്ക മോശമാണെങ്കിൽ പറയും നമ്മൾ ഇത് ഇന്ന കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എവറി ഡേ നമ്മൾ ഈ സാധനം ചെയ്യും, ഒരു തർക്കം വേണ്ട കാര്യത്തിൽ. മനസ്സിലായില്ലേ? സിമ്പിൾ. നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടു, നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി. നൗ വി ആർ ബാക്ക് ടു നോർമൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അത് പറഞ്ഞതിന് ശേഷം ഇതുവരെ എവറിത്തിങ് ഫൈൻ. ഇനി നമ്മൾ ഈ പ്രശ്നത്തിൽ പെടുത്തിയിട്ടുള്ള കുറച്ച് ആളുകൾ ഇത് കാണുന്നുണ്ട്. നീ അടുത്ത പരിപാടിയായിട്ട് വന്നോ, ഒരു പ്രശ്നമില്ല കേട്ടാ. ഇനി അതെന്റെ ജീവിതത്തിൽ എഫക്ട് ചെയ്യില്ല. അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ പറപ്പിച്ചിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പല ദിക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ പല ജോലിയിലുള്ള ആളുകളാണ്. 5 ലക്ഷം രൂപയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നത് അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിന്. ഇന്ന് അത് വെറും 1.5 ലക്ഷം രൂപയായി. എക്സാക്ട്ലി 1 ലക്ഷം രൂപ മതി. 50,000 രൂപ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബഫറാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കോൺഫിഡൻസിൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് തരാം, 50% ഷെയർ തന്നാൽ മതി, വേറൊരു പേയ്മെന്റും ഇല്ല എന്ന് പറയണമെങ്കിലേ പണി അറിയാണ്ട് പറയാൻ പറ്റുമോ മോനെ നിഫ്റ്റിമാൻ? നിങ്ങൾ കുറെ ആളുകള് ഭയങ്കര അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് അത് ബോളിലേക്ക് മർബൂസും മറ്റേ ബൂസും എന്നൊക്കെ പറഞ്ഞാടിക്കല്ലേ. ഒന്ന് വേണ്ടത് നീ കിടന്നുറങ്ങിക്കോ, നീ തിരിഞ്ഞു നോക്കണ്ടെങ്കിട്. ആകപ്പാടെ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ അത് റിങ് ചെയ്യില്ല. അപൂർവം വല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ട്രേഡ് കട്ട് ചെയ്യാൻ പറ്റാണ്ടാവുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ എമർജൻസി, അത് 99.999% സംഭവിക്കില്ല. ഇതുവരെ സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും സിമ്പിളായിട്ട് ഈ സാധനം ചെയ്യാൻ പറ്റും എന്ന് ഇപ്പട്ട ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റും ചെയ്യില്ല. ഇവിടത്തെ ഭയങ്കര വലിയ RA എന്ന് പറഞ്ഞ ഒരെണ്ണം ചെയ്യില്ല. എന്താ വേറെ ഒത്തുണ്ടല്ലോ ഒരു പുതിയ RA, എന്താ പേര്, ആ ട്രേഡിങ് കോൺക്ലേവിന്റെ പിന്നാലെ കൊടുത്തൻ, എന്റെ പേര് പറഞ്ഞു പോയില്ല. ഒരുത്തനുണ്ട്, ഭയങ്കര സംഭവ, സെബി രജിസ്റ്റേർഡ് RA ആണ്, ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഡ്വർടൈസ്മെന്റ് ചെയ്യണേ. ഞാൻ കാണാറുണ്ട്, എന്നൊരു പേര് വിട്ടുപോയി. എനിവേ ഐഡിയ. അപ്പോ ഇവിടുത്തെ ഒരാളും ചെയ്യുന്നില്ല ഇത്തരം പരിപാടികൾ. പോരെ, നമ്മൾ പഴയ മാതിരി ഒരു മാറ്റമില്ല. എന്തായിരുന്നു നമ്മൾ ആദ്യം? എക്സാക്ട്ലി ദ സെയിം മോഡ് ഓഫ് ഓപ്പറേഷൻ. മനസ്സിലായില്ലേ? സിമ്പിൾ, വളരെ ഈസി. അപ്പോ പറഞ്ഞ മാതിരി ബൈ ബൈ.